ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഓട്സ് ആണ്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഓട്സ് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓട്സ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും സോഫ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ മാവ് അത്യാവശ്യത്തിന് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് വേണ്ടത്. നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് മിക്സി ജാറിലേക്ക് കുറച്ചൊരു വെള്ളം, ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് വട്ടത്തിലല്ല, ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് തുറന്നതിന് ശേഷം അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ദോശ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അടിവശം ഒന്ന് മൊരിഞ്ഞിട്ട് വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ഈ ഒരു സൈസിൽ ചുട്ടെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് വട്ടത്തിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കൊരു തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.